വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഉത്തരകാശിയിൽ മിന്നൽ പ്രളയം, 4 മരണം, 60ഓളം പേരെ കാണാതായി. ഹോട്ടലുകളും ഹോം സ്റ്റേകളും ഒഴുകിപ്പോയി. രക്ഷാപ്രവർത്തനത്തിന് സൈന്യവും. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്രം. സംസ്ഥാനത്ത് എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ റെഡ് അലേർട്ട്. പലയിടത്തും വെള്ളക്കെട്ട്. സംസ്ഥാനത്തെ ബലക്ഷയമുള്ള സ്കൂൾ, ആശുപത്രി കെട്ടിടങ്ങളുടെ കണക്കെടുക്കാൻ സർക്കാർ. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി. ക്ലാസുകളിൽ ബാക്ക് ബെഞ്ച് ഒഴിവാക്കി യു ഷേപ്പ് മാതൃകയിൽ ക്രമീകരിക്കുന്നത് പരിഗണനയിലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പത്തനംതിട്ട ആറന്മുള സർക്കാർ VHS സ്കൂൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി. പോലീസ് നോക്കി നിൽക്കെ TP കേസ് പ്രതി കൊടിസുനിയും സംഘവും മദ്യപിച്ച സംഭവത്തിൽ നടപടിയെടുക്കുമെന്ന് DGP. കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. പരാതിയില്ലാത്തതിനാൽ കേസെടുക്കാനാകില്ലെന്ന വാദത്തിൽ തലശ്ശേരി പോലീസ്. രാഹുൽ ഗാന്ധിക്കെതിരായ സുപ്രീം കോടതി വിമർശനത്തിൽ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ പ്രതിഷേധം. രാജ്യസ്നേഹം ജഡ്ജിമാർ തീരുമാനിക്കേണ്ട എന്ന് പ്രിയങ്ക ഗാന്ധി. ഗാൽവാൻ സംഘർഷത്തിൽ 20 സൈനികർ കൊല്ലപ്പെട്ടത് എങ്ങനെയെന്നും രാജ്യത്തിന്റെ 1 ഇഞ്ച് ഭൂമി പോലും നഷ്ടപ്പെട്ടിട്ടില്ലേ എന്നും കേന്ദ്ര സർക്കാരിനോട് കോൺഗ്രസ്. പുനഃസംഘടനാ ചർച്ചകൾക്കായി KPCC നേതൃത്വം ഡൽഹിയിൽ. MP-മാരുമായി ചർച്ച നാളെയും തുടരും. മല്ലികാർജ്ജുൻ ഖർഗെയെയും രാഹുൽ ഗാന്ധിയെയും കാണും. നാളെ പട്ടിക കൈമാറുമെന്ന് സണ്ണി ജോസഫ്. 9 ജില്ലകളിലെ DCCകളിൽ മാറ്റം വരും. ട്രഷറർ സ്ഥാനത്തേക്ക് ജ്യോതികുമാർ ചാമക്കാല വന്നേക്കും. കൂത്താട്ടുകുളം നഗരസഭയിൽ LDF-ന് ഭരണനഷ്ടം. CPM വിമത കലാരാജുവിന്റെ പിന്തുണയോടെ UDF-ന്റെ അവിശ്വാസ പ്രമേയം പാസായി. വിശ്വസിച്ച പ്രസ്ഥാനം വഞ്ചിച്ചുവെന്ന് കലാരാജു. ചങ്ങനാശ്ശേരി നഗരസഭയിൽ കൂറുമാറിയ 2 കൗൺസിലർമാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കി. ഉത്തരാഖണ്ഡിൽ മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലും വൻ നാശനഷ്ടം. നിരവധി പേരെ കാണാതായി. 4 പേർ മരിച്ചതായാണ് ഔദ്യോഗിക സ്ഥിരീകരണം. ഉത്തരാഖണ്ഡിലെ ശക്തമായ മഴയിൽ ഖീർ ഗംഗ മേഖലയിലാണ് മേഘവിസ്ഫോടനമുണ്ടായത്. ഇതാണ് മിന്നൽ പ്രളയത്തിനും മണ്ണിടിച്ചിലിനും കാരണമായത്. മലമുകളിൽ നിന്ന് കുത്തിയൊഴുകി വന്ന പ്രളയജലം വീടുകൾക്ക് മുകളിലൂടെ കുതിച്ചൊഴുകുകയായിരുന്നു. ഉത്തരകാശിയിലെ ധരാളിയിൽ വ്യാപക നാശനഷ്ടമാണുണ്ടായത്. നിരവധി വീടുകളും സ്ഥാപനങ്ങളും ഒലിച്ചുപോയി. ഒരു പ്രദേശം ഒന്നാകെ തുടച്ചു നീക്കുന്ന ഭീതിജനകമായ ദൃശ്യങ്ങൾ. അവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. വിനോദസഞ്ചാരികൾ ധാരാളം എത്തുന്നതിനാൽ ഹോം സ്റ്റേകളും മറ്റുമുള്ള സ്ഥലമാണിത്. പ്രദേശത്തെ സാഹചര്യം അതീവ ഗുരുതരമാണ്. കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നു. സൈന്യവും എത്തിയിട്ടുണ്ട്. തുടർച്ചയായി പെയ്യുന്ന മഴ രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഉത്തരകാശിയിൽ നിലവിൽ ഓറഞ്ച് അലർട്ടാണ്. ഉത്തരകാശി ജില്ലാ ഭരണകൂടം ഹെൽപ്പ് ലൈൻ നമ്പറുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. 0114222126 അല്ലെങ്കിൽ 9456556431 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. രക്ഷാപ്രവർത്തനത്തിന് എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയതായി JP നദ്ദ വ്യക്തമാക്കി. വ്യോമമാർഗം രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് 2 സംഘങ്ങൾ സജ്ജമാണ്. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ റെഡ് അലേർട്ടും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും തുടരുകയാണ്. ശക്തമായ മഴയിൽ എറണാകുളം, തൃശൂർ ജില്ലകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. നിരവധി കുടുംബങ്ങളെ വീടുകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചു. ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ മധ്യകേരളത്തിലുള്ളവരോട് പ്രത്യേക ജാഗ്രത പുലർത്താനാണ് നിർദ്ദേശം. ഇന്നലെ രാത്രി മുതൽ മധ്യകേരളത്തിൽ മഴ ശക്തമാണ്. തുടർച്ചയായി പെയ്ത മഴ എറണാകുളം, തൃശൂർ ജില്ലകളിലെ ജനജീവിതം ദുസ്സഹമാക്കി. കൊച്ചിയിൽ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കലൂർ, പാലാരിവട്ടം, കളമശ്ശേരി, പേട്ട മേഖലകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ചെറിയ ഇടവഴികളടക്കം മുങ്ങി. പേട്ടയിൽ ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത കാർ വെള്ളക്കെട്ടിൽ വീണു. ഡ്രൈവർ രക്ഷപ്പെട്ടു. എറണാകുളം ജില്ലയിൽ റെഡ് അലേർട്ട് ആയിരുന്നുവെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നില്ല. തൃശൂരിലും ശക്തമായ മഴ തുടരുകയാണ്.
അശ്വിനി ജംഗ്ഷൻ, സ്വരാജ് റൗണ്ട്, ഇക്കണ്ടവാര്യർ റോഡ് എന്നിവിടങ്ങളിലെ രൂക്ഷമായ വെള്ളക്കെട്ട് കാരണം ജനജീവിതം ദുരിതത്തിലായി. വെള്ളക്കെട്ടിനെ തുടർന്ന് അശ്വിനി ആശുപത്രിയുടെ പുറകിലുള്ള വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു. ഇടുക്കിയിലും കോട്ടയത്തും മഴ ശക്തമാണ്. ഇന്നലെ രാത്രി മുതൽ കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ ഉൾപ്പെടെ കനത്ത മഴ ലഭിച്ചു. നദികളിൽ ശക്തമായ നീരൊഴുക്കുമുണ്ട്. വടക്കൻ കേരളത്തിലും ഇന്ന് രാവിലെ മുതൽ ശക്തമായ മഴ തുടരുന്നുണ്ട്. 8-ാം തീയതി വരെ മഴ തുടരുമെങ്കിലും നാളെയോടുകൂടി മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്ത് ബലക്ഷയമുള്ള സ്കൂൾ, ആശുപത്രി ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളുടെ കണക്കെടുക്കാനൊരുങ്ങി സർക്കാർ. പൂർണ്ണമായി പൊളിച്ചു മാറ്റേണ്ടതും അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുമായ കെട്ടിടങ്ങളുടെ കണക്കുകൾ 2 ആഴ്ചയ്ക്കകം നൽകണമെന്ന് മുഖ്യമന്ത്രി ദുരന്ത നിവാരണ അതോറിറ്റിയോട് നിർദ്ദേശിച്ചു. അൺഎയ്ഡഡ് സ്കൂളുകളിലും പരിശോധന നടത്തും. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ് ഒരാൾ മരിക്കാനിടയായതും കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതും സർക്കാർ സംവിധാനങ്ങൾ എത്രത്തോളം പരാജയമെന്നതിന് തെളിവാണ്. നിരന്തരം പ്രതിക്കൂട്ടിലാകുന്ന വേളയിലാണ് സംസ്ഥാനത്തെ ദുർബലമായ കെട്ടിടങ്ങളുടെ കണക്കെടുക്കാൻ സർക്കാർ തയ്യാറാകുന്നത്. സ്കൂളുകളിലും ആശുപത്രികളിലും ഉൾപ്പെടെ ബലഹീനമായതും പൊളിച്ചു മാറ്റേണ്ടതുമായ കെട്ടിടങ്ങളുണ്ടെങ്കിൽ അവയുടെ വിവരം 2 ആഴ്ചയ്ക്കകം നൽകണമെന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. ദുരന്ത നിവാരണ വകുപ്പാണ് കണക്കുകൾ കൃത്യമായി കാണിക്കേണ്ടത്. പൊളിച്ചു മാറ്റേണ്ടവ, അറ്റകുറ്റപ്പണി വേണ്ടവ എന്നിവ വേർതിരിച്ചു നൽകണം. അവധി ദിവസങ്ങൾക്ക് മുൻഗണന നൽകി വേണം സ്കൂൾ കെട്ടിടങ്ങൾ പൊളിക്കേണ്ടത്. പൊളിച്ചു മാറ്റിയ സ്കൂൾ കെട്ടിടങ്ങൾ പണിയുന്നതുവരെ ക്ലാസുകൾ നടത്താൻ പകരം സംവിധാനം കണ്ടെത്തണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും PTA-യും വിദ്യാഭ്യാസ വകുപ്പുമാണ് പകരം സംവിധാനം കണ്ടെത്തേണ്ടത്. അൺഎയ്ഡഡ് സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷാ പരിശോധനയും ഇതോടൊപ്പം നടത്തണമെന്ന് മുഖ്യമന്ത്രി കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. അപകടാവസ്ഥയിലുള്ള പൊതുകെട്ടിടങ്ങളുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്താനായി സോഫ്റ്റ്വെയർ ഉണ്ടാക്കും. കെട്ടിടങ്ങളുടെ ഇലക്ട്രിക് സംവിധാനങ്ങളുടെ കാര്യക്ഷമതയും കൃത്യമായി പരിശോധിക്കും. ചീഫ് ഇലക്ട്രിക്കൽ ഓഫീസർ, തദ്ദേശ സ്വയംഭരണം, പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ ചേർന്ന പരിശോധനാ സംവിധാനം ഇതിനായി ഏർപ്പെടുത്തും. കെട്ടിടങ്ങളുടെ ബലക്ഷയം സംബന്ധിച്ച് പരിശോധന നടത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് നിർദ്ദേശമുണ്ടായിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിദ്യാഭ്യാസ മേഖലയിലെ പഴഞ്ചൻ രീതികൾ മാറ്റാനൊരുങ്ങി വിദ്യാഭ്യാസ വകുപ്പ്. ബാക്ക് ബെഞ്ച് സംവിധാനം മാറ്റുന്ന കാര്യം സജീവ പരിഗണനയിലാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പിൻബെഞ്ച് സംവിധാനം വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസത്തെയും പഠനത്തെയും ബാധിക്കാതിരിക്കാനാണ് മാറ്റം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. പിൻബെഞ്ച് ആശയം ഇല്ലാതാക്കാൻ പല രാജ്യങ്ങളും പല മാതൃകകളും സ്വീകരിക്കുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ രീതിക്ക് അനുയോജ്യമായ മികച്ച മാതൃക കണ്ടെത്താൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ക്ലാസുകൾ യു ഷേപ്പിലാക്കുന്നതിനെക്കുറിച്ചും ആലോചന നടക്കുന്നുണ്ട്. ബാക്ക് ബെഞ്ചേഴ്സ് നമ്മൾ സ്ഥിരം പറയും, ആ കുട്ടികളെ പറയും, നീ ഇരിക്കേണ്ടതാണ്. അങ്ങനെ പിറകെയിരിക്കാൻ വേണ്ടി 10-20 കുട്ടികളുണ്ടാവും. ഈ സാറിൻ്റെ ഒരു ശ്രദ്ധ ആ കുട്ടികളുടെ പോയില്ല. ആ കുട്ടികൾ സിസ്റ്റം പോലെ അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക, പിന്നെ ശ്രദ്ധിക്കാതിരിക്കുക, പിറകെ ഇറങ്ങി ഓടിപ്പോവുക, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഉള്ള ബാക്ക് ബെഞ്ചേഴ്സ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ ഭരണപരിചയക്കുറവ് ഓഫീസ് പ്രവർത്തനത്തെ ബാധിക്കുന്നതായും കാര്യമായി പരിശീലനം നൽകേണ്ട അവസ്ഥയിലാണെന്നും മന്ത്രി പറഞ്ഞു. കുട്ടികളുടെ മൊബൈൽ ഫോൺ നിരോധനത്തിൽ പൊതുചർച്ച വേണം. വിദ്യാലയങ്ങളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടികൾ എടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മലപ്പുറത്ത് നടന്ന മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അമൃത ന്യൂസ്, മലപ്പുറം. പത്തനംതിട്ടയിലെ അധ്യാപികയുടെ ഭർത്താവിന്റെ ആത്മഹത്യയിൽ പ്രതികരണവുമായി മന്ത്രി വി ശിവൻകുട്ടി. ഇനിയും ഇത്തരം സംഭവമുണ്ടായാൽ പിരിച്ചുവിടുന്ന നടപടിയിലേക്ക് സർക്കാർ കടക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സസ്പെൻഷൻ സ്വാഭാവിക നടപടിയാണ്. ഫയലിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ പിരിച്ചുവിടുമെന്ന പേടി വേണം. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ശമ്പളം നൽകാൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിറക്കിയിരുന്നു. ഇതൊന്നും പാലിക്കപ്പെട്ടില്ലെന്നും മന്ത്രി മലപ്പുറത്ത് പറഞ്ഞു. സ്കൂളിലെ പ്രധാന അധ്യാപിക എയ്ഡഡ് സ്കൂൾ ആയതുകൊണ്ട് മാനേജറാണ് സസ്പെൻഡ് ചെയ്യേണ്ടത്. മാനേജരോട് അതിന് വേണ്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ ആ അപേക്ഷ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പരിശോധിച്ച് നടപടി സ്വീകരിക്കുക എന്ന് മന്ത്രി എന്ന നിലയിൽ നിർദ്ദേശം കൊടുക്കുക. ഈ ഇവരെ നേരിട്ട് വന്ന് അവരുടെ ടീച്ചറും എല്ലാവരും കണ്ടത്. ടീച്ചറിനെ ഒരു 4-5 മാസം അവിടെ കയറ്റിയിറക്കി എന്നുള്ള കാര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു, മിനിസ്റ്ററുടെ ഉത്തരവുണ്ടായിരുന്നു. മിനിസ്റ്ററുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ രേഖാമൂലമുള്ള ഉത്തരവുണ്ടായിരുന്നു. ഈ അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എഞ്ചിനീയറിംഗിന് മകന് ഫീസ് അടയ്ക്കാൻ ഈ പൈസ എടുക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിരുന്നു. അത് കഴിഞ്ഞില്ല. അങ്ങനെയാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വന്നിട്ടുള്ളത്.
സർക്കാർ ഫിറ്റ്നസ് റദ്ദാക്കിയതോടെ പെരുവഴിയിലായി പത്തനംതിട്ട ആറന്മുള ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. പകരം സംവിധാനം ഒരുക്കാതെയാണ് സ്കൂൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി ഇന്നലെ വൈകിട്ട് സ്കൂളിന് നോട്ടീസ് നൽകിയത്. ഇതോടെ രാവിലെ സ്കൂളിലേക്ക് എത്തിയ 300ഓളം വിദ്യാർത്ഥികൾ മഴ നനഞ്ഞും പുറത്തു നിൽക്കേണ്ടി വന്നു. ഇന്നലെ വൈകിട്ടാണ് പത്തനംതിട്ട മല്ലപ്പുഴശ്ശേരി പഞ്ചായത്ത് ആറന്മുള ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി നോട്ടീസ് നൽകിയത്. എന്നാൽ ഇന്ന് രാവിലെ പതിവ് പോലെ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തിയതോടെ വിദ്യാർത്ഥികളെ എവിടെയിരുത്തി പഠിപ്പിക്കണമെന്ന ആശങ്കയിലായി സ്കൂൾ അധികൃതർ. ഇതോടെ മണിക്കൂറുകളോളം സ്കൂളിന് മുന്നിൽ വിദ്യാർത്ഥികൾക്ക് മഴ നനഞ്ഞു നിൽക്കേണ്ടി വന്നു. ഒടുവിൽ സ്കൂളിലെ 300ഓളം വിദ്യാർത്ഥികളെ ഒന്നിച്ച് സ്കൂൾ ഹാളിൽ കയറ്റിയിരുത്തുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് നമ്മുടെ ആറന്മുള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഫിറ്റ്നസ് റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഇന്നലെ ഇവിടെ വന്നു. പഴയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന VHSE ലാബ് ഉൾപ്പെടെയുള്ളത് ഒരു സുപ്രഭാതത്തിൽ അത് പെട്ടെന്ന് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായോഗികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം സ്കൂൾ തുറന്ന് ഏകദേശം ഇപ്പോൾ പരീക്ഷയുടെ സമയമായ സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഉത്തരവ് വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ശരിയും പറഞ്ഞാൽ അത്രയും കുട്ടികളെ ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ഹോളിനുള്ളിൽ മുഴുവൻ ക്ലാസ്സിലെയും കുട്ടികളും കൂടെ ആ സ്കൂൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കുട്ടികളും കൂടെ അതിനകത്ത് കൊണ്ടിരുത്തി പഠിപ്പിക്കേണ്ട ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. 19 വർഷം പഴക്കമുള്ള പാരമ്പര്യമുള്ള ഒരു സ്കൂളാണ്. അതോടൊപ്പം ഈ 10ാം ക്ലാസ്സിലും +2-നും 100% വിജയം വരിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 15 വർഷമായിട്ട് 100% വിജയം വരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളും കൂടിയാണ്. അതും പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകൾ. തേവലക്കര അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് സ്കൂൾ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം സംബന്ധിച്ച് പരിശോധന നടത്തിയത്. കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും ബലക്ഷയമുണ്ട്. ഇക്കാര്യങ്ങൾ വിലയിരുത്തി അധികൃതർ ഫിറ്റ്നസ് റദ്ദാക്കുമ്പോൾ പകരം സംവിധാനം ഒരുക്കാത്തത് വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തി. പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ പൂർത്തിയായിട്ടില്ല. പരീക്ഷ അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി എങ്ങനെ അധ്യയനം തുടരുമെന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും. അമൃത ന്യൂസ്, പത്തനംതിട്ട. കോടതി പരിസരത്തെ മദ്യപാനത്തിൽ കൊടിസുനിക്കെതിരെ നടപടിയെടുക്കുമെന്ന് DGP. വീഴ്ചകൾ ഉണ്ടായെന്ന് പരിശോധിച്ച് കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അത് നമ്മൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എൻക്വയറി കണ്ടെടുത്ത് പ്രോപ്പറായിട്ട് ആക്ഷൻ എടുക്കും. അതിന് തീർച്ചയായിട്ടും നമുക്ക് അതിൽ എവിടെ വീഴ്ചകളുണ്ടോ അവിടെ പ്രോപ്പറായിട്ട് ആക്ഷൻ എടുക്കാം. നമുക്ക് ഇതിൽ എവിടെ നമുക്ക് വീഴ്ചകൾ കാണുന്നുണ്ടോ അതിന് നമ്മളതിൽ പ്രോപ്പറായിട്ട് നടപടി സ്വീകരിക്കുന്നതാണ്. ഇന്നത്തെ സന്ദർശനത്തിൽ ഇക്കാര്യം ചർച്ചയാകുന്നുണ്ട്, ഈ സംഭവം അടക്കം. അല്ല, ഞാൻ വന്നത് ഇവിടെ ഞങ്ങൾ ഓഫീസേഴ്സിന് കാണാൻ വേണ്ടിയും അവരുടെ ഇൻട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയും പൊതു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തന്നെ അടുത്തേക്കും. അതിൽ നമ്മുടെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് അല്ല, നമ്മളിതിൽ ആവശ്യമുള്ള സയൻറ്റിഫിക് എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് സമഗ്രമായിട്ട് നമ്മൾ നോക്കുന്നതാണ് അവിടത്തേക്ക് എല്ലാ അവിടുത്തെ മിസ്സിംഗ് കേസസ്. ഇത് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്തിട്ട് അന്വേഷണം ചെയ്യുന്നതാണ്. താങ്ക് യു. ചൈന പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവിന്റെ ജോലിയാണ് സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കുക എന്നത്. സൈന്യത്തിനെതിരെ രാഹുൽ ഒന്നും പറയില്ല എന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ആരാണ് യഥാർത്ഥ രാജ്യസ്നേഹി എന്ന് തീരുമാനിക്കാൻ കോടതിക്ക് കഴിയില്ലെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. രാഹുൽ ഗാന്ധി പറഞ്ഞത് ഓരോ ഇന്ത്യക്കാരൻ്റെയും ചിന്താഗതിയാണെന്നും ചോദ്യം ചോദിക്കുമ്പോൾ മറുപടിക്ക് പകരം അവരെ രാജ്യവിരുദ്ധരാക്കുകയാണെന്നും KC വേണുഗോപാലും പ്രതികരിച്ചു. कौन सच्चा भारतीय है, कौन सच्चा भारतीय नहीं है, ये तो मुझे लगता है कि मतलब न्यायपालिका के प्रति पूरे आदर के साथ कह रही हूँ कि ये तो उनके दायरे में नहीं होता डिसीजन. ये कोई जस्टिस तो नहीं तय करेंगे. दूसरा, राहुल जी ने हमेशा आर्मी का, सेना का आदर किया है. उनके दिल में उन सेना के प्रति, सैनिकों के प्रति, उनके अफसरों के प्रति पूरी तरह से आदर है. और हर भाषण में जब भी बोलते हैं, जब भी उनका हम कुछ भी भाषण या कोई भी टिप्पणी सुनते हैं, उसमें वो आदर बहुत स्पष्ट दिखता है. Basically, what Rahul ji is discussing is the thinking of the every nationalist Indian. Whenever we are asking question inside the parliament, there is no answer. Whenever we are asking outside the parliament something related to national interest, then we will be termed as an anti-national. We will give the definition of the true Indian. We are the true Indians to raising question for India. That's all. കന്യാസ്ത്രീകൾക്കെതിരായ ഛത്തീസ്ഗഡ് പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് പാർലമെന്റിന് പുറത്തു കേരളത്തിൽ നിന്നുള്ള UDF MPമാർ ഇന്നും പ്രതിഷേധിച്ചു. കള്ളക്കേസുകൾ പിൻവലിക്കണമെന്ന് MPമാർ ആവശ്യപ്പെട്ടു. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് MPമാർ പ്രതിഷേധം സംഘടിപ്പിച്ചത്.
ശർമ്മയ്ക്കെതിരെ കേസെടുക്കുക. NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള പ്രമേയം പാസാക്കി. ഓപ്പറേഷൻ സിന്ദൂറിന്റെയും ഓപ്പറേഷൻ മഹാദേവിന്റെയും വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ NDA MPമാർ അഭിനന്ദിച്ചു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന NDA പാർലമെന്ററി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തെ നിശിതമായി വിമർശിച്ചു. അടുത്തിടെ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ പ്രതിപക്ഷം ഇപ്പോൾ ഖേദിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുന്ന കോൺഗ്രസ് അത് ജമ്മു കാശ്മീരിൽ പൂർണ്ണമായും നടപ്പിലാക്കാൻ അനുവദിക്കുന്നില്ല എന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, BJP അധ്യക്ഷൻ JP നദ്ദ, കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഉൾപ്പെടെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും NDAയുടെ പ്രധാന നേതാക്കളെല്ലാം യോഗത്തിൽ പങ്കെടുത്തു. പുനഃസംഘടനാ ചർച്ചകൾക്കായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഡൽഹിയിലെത്തി. UDF MPമാരുമായി നാളെയും കൂടിക്കാഴ്ച നടത്തും. നാളെ തന്നെ അന്തിമ പട്ടിക ഹൈക്കമാൻഡിന് കൈമാറും. വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ, PC വിശ്വനാഥ് അടക്കമുള്ള നേതാക്കളും MPമാരുമായുള്ള ചർച്ചയിൽ പങ്കെടുക്കും. മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുമായും പ്രത്യേകം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ജംബോ കമ്മിറ്റിക്ക് തന്നെയാണ് സാധ്യത. വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളിൽ അംഗസംഖ്യ വർദ്ധിപ്പിക്കാനാണ് നിലവിലെ ധാരണ. തൃശൂർ ഒഴികെ 9 ജില്ലകളിലെ DCCകളിൽ മാറ്റം വരും. ട്രഷറർ സ്ഥാനത്തേക്ക് ജ്യോതികുമാർ ചാമക്കാല വന്നേക്കുമെന്നും സൂചനയുണ്ട്. രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പിന്തുണയുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജാമ്യം കിട്ടിയതുകൊണ്ട് മാത്രം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്താൽ പ്രശ്നം തീരുന്നില്ല. ക്രൈസ്തവ മതമേലാധ്യക്ഷന്മാർ BJPയോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്നതിൽ പല കാരണങ്ങളുമുണ്ട്. അത് രാഷ്ട്രീയമാണെന്ന് കരുതുന്നില്ല. എന്നാൽ സാമ്പത്തികമടക്കമുള്ള വിഷയങ്ങൾ അതിൽ വരുന്നുണ്ടെന്നും MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ഇപ്പോഴും താൽക്കാലികമായി ജാമ്യം കിട്ടി എന്നുള്ളതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. NIAയുടെ കേസിൻ്റെ പരിധിയിലേക്ക് എങ്ങനെയാണ് ആ കേസ് കൊണ്ടുവരിക എന്നതിൻ്റെ ഗവേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പൂർണ്ണമായ പിന്തുണയുണ്ട്. ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമത്തെ ഏതെങ്കിലും രീതിയിൽ സോപ്പിട്ട്, അങ്ങനെയാണല്ലോ കേക്കെല്ലാമായിട്ട് പോയി രക്ഷപ്പെട്ടു പോകാം എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ധാരണ ഒന്നും പ്രാവർത്തികമാകാൻ പോകുന്നില്ല. അവർക്ക് മൃദു സമീപനം ഉണ്ടാകാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. അത് അവരുടെ നിലനിൽപ്പ്, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം ചേർത്തുകൊണ്ടാണ്. വിവാദ പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെ വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ ഭാഷാപരമായ ഉള്ളടക്കത്തോടെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ സംസാരിച്ചത്. ഇത് ജനാധിപത്യത്തോടുള്ള നീതികേടാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കേരള സമൂഹത്തിൽ ജാതി വ്യവസ്ഥയുടെ ജീർണത കുറഞ്ഞു വന്നിട്ടുണ്ടെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. കേരളീയ സമൂഹം ഫ്യൂഡൽ സംസ്കാരത്തിൻ്റെ ആശയ തലത്തിൽ നിന്നും നല്ലതുപോലെ മുന്നേറിയിട്ടുള്ള ഒരു ജനതയുടെ ആവാസ കേന്ദ്രമാണ്. അതിൻ്റെ തന്നെ ഫലമായി ജാതി വ്യവസ്ഥയുടെ ജീർണത നല്ലതുപോലെ കുറഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു നാട്ടിൽ എല്ലാറ്റിനെയും ജാതി അടിസ്ഥാനപ്പെടുത്തി, പ്രത്യേകിച്ച് പട്ടികജാതി, പട്ടികവർഗ സ്ത്രീ ഈ വിഭാഗത്തെ പ്രത്യേകമായിട്ട് പരിഗണിക്കുന്ന രീതിയിലേക്ക് കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല. ഫ്യൂഡൽ ജീർണതയുടെ ഭാഷാപരമായ ഉള്ളടക്കത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെയുള്ള പലരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ജനാധിപത്യ സമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടാണ് എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. സിനിമാ കോൺക്ലേവിലുണ്ടായ അടൂരിന്റെ പരാമർശങ്ങൾക്കെതിരെ KPMS ഇത്തരമൊരു സാഹചര്യത്തിന് സർക്കാർ അവസരമൊരുക്കരുതായിരുന്നുവെന്ന് KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ പറഞ്ഞു. സാംസ്കാരിക വകുപ്പ് മന്ത്രി പോലും അടൂരിന്റെ വാക്കുകളെ തള്ളിപ്പറഞ്ഞില്ല. സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നടക്കുന്ന ജനാധിപത്യവൽക്കരണത്തെ എത്ര അസഹിഷ്ണുതയോടെ കാണുന്നു എന്നതാണ് അടൂരിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നതെന്നും പുന്നല ശ്രീകുമാർ പറഞ്ഞു. പ്രതിഭയുടെ ആനുകൂല്യം അദ്ദേഹത്തിന് കൊടുക്കണം എന്നാണ് ഒരു അഭിപ്രായം ഉയർന്നു വരുന്നത്. പക്ഷെ അദ്ദേഹം ആർജിച്ചിട്ടുള്ള, അദ്ദേഹത്തിന് ലഭ്യമായിട്ടുള്ള പുരസ്കാരങ്ങളുടെ മഹത്വത്തെയും വലിപ്പത്തെയും എല്ലാം, അതിൻ്റെ മഹത്വത്തെ ഹനിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ ഒരു വികസിതമായ കേരളത്തിൻ്റെ ജനാധിപത്യ ബോധം ശ്രീ അടൂർ ഗോപാലകൃഷ്ണന്റെ ഇപ്പോഴുണ്ടായിട്ടുള്ള ഫ്യൂഡൽ വരേണ്യ മനോഭാവത്തെ പൂർണ്ണമായും നിരാകരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.
അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശത്തെ പിന്തുണച്ച് ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി. അടൂർ സിനിമാരംഗത്തെ വലിയ ആളാണ്. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡൊക്കെ കിട്ടിയ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ആരായാലും പ്രസംഗം തടസ്സപ്പെടുത്തുന്നത് മര്യാദകേടാണ്. അവർ കാണിച്ചത് ആളാകാനുള്ള വേലയാണ്. സർക്കാരിന്റെ പുതിയ സിനിമാ നയത്തിൽ വലിയ സ്വപ്നം കാണേണ്ട എന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. 1.5 കോടി രൂപ ഗവൺമെൻറ്റിന് പണം കൊടുക്കുന്നു. അത് നമ്മുടെ പണമാണ്, ജനങ്ങളുടെ പണമാണ്. 1.5 കോടി രൂപ കൊടുക്കുന്ന ഒരു വ്യക്തി അതിന് അർഹനാണോ അല്ലെ അർഹയാണോ എന്ന് പരിശോധിക്കുന്നത് തെറ്റാണ്. വെറുതെ 1.5 കോടി അങ്ങ് എടുത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ട്രെയിനിങ് കൊടുക്കണം. എന്താ തെറ്റ്? ഒരു മാസത്തെയോ അല്ലെ 2 മാസത്തെയോ ട്രെയിനിങ് കൊടുത്തതിന് ശേഷം പടമെടുക്കാൻ അവരെ നിയോഗിക്കണം എന്ന് പറയുന്നത് എന്താ തെറ്റുള്ളത്? അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഒരു വ്യക്തി സിനിമാ രംഗത്ത് അങ്ങനെ വളരെ വലിയ ആളാണ്. അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. മലയ്ക്കപ്പാറ വീരൻകുടി അരേക്കാപ്പ് ഉന്നതികളിലെ ആദിവാസികൾക്ക് സംസ്ഥാന സർക്കാർ അനുവദിച്ച ഭൂമി നിഷേധിച്ചെന്നാരോപിച്ച് ചാലക്കുടി DFO ഓഫീസിന് മുൻപിൽ ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തി. സർക്കാർ നിശ്ചയിച്ച പുനരധിവാസ പദ്ധതി വനം വകുപ്പ് അട്ടിമറിക്കുന്നുവെന്നാണ് പരാതി. 2018 മഹാപ്രളയത്തിൽ ഭൂമിയും വീടുകളും നശിച്ചുപോയ ആദിവാസി കുടുംബങ്ങളാണിവർ. സർക്കാർ ഇവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് പുനരധിവസിപ്പിക്കാൻ തീരുമാനമായെങ്കിലും വനംവകുപ്പ് എതിർപ്പുമായി എത്തിയതോടെ പദ്ധതി അനിശ്ചിതത്വത്തിലായി എന്നാണ് പരാതി. 5 വർഷത്തിലേറെയായി പല മേഖലകളിലായി താൽക്കാലിക കുടിലുകളിലാണ് ഇവർ കഴിഞ്ഞുവരുന്നത്. ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉപരോധം ജില്ലാ പ്രസിഡന്റ് ജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. അവർക്കിപ്പോൾ അവിടെ താമസിപ്പിക്കാൻ പറ്റില്ല. ഇവർക്ക് താമസിക്കാനായിട്ട് ഇപ്പോൾ അവിടെയുള്ള ഒരു കമ്മ്യൂണിറ്റിക്കാരിൽ ആ നാട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് ഇവർക്ക് താമസിക്കാനൊരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. ഇത് നമുക്കങ്ങനെ അനുവദിച്ചു പോകാൻ പറ്റില്ല. എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവർക്ക് ഭൂമിയിൽ അവർ കയറി വെട്ടിത്തെളിച്ച് വീട് വെക്കാനുള്ള സംഭവത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ DFO എതിര് നിൽക്കുന്നു. എന്തിനു വേണ്ടിയാണത്? എന്ത് കാരണത്തിന് വേണ്ടിയാണത്? ആരും അവിടെ ഒരു ഭൂമിയോ മറ്റുള്ളവരുടെ ഒരാളെയോ ഒന്നും ശല്യം ചെയ്യുന്നില്ല. ഈ ഭൂമിക്ക് പകരം വില കൊടുത്തുകൊണ്ടാണ് കേരള സർക്കാർ ഈ അനുമതിയെല്ലാം നേടിത്തന്നിരിക്കുന്നത്. 2018 ഞങ്ങൾ കഷ്ടപ്പെട്ട് കരഞ്ഞ് നിങ്ങൾ തന്നെയാണ് രക്ഷകാവന്മാരെന്ന് പറഞ്ഞ് ഞങ്ങളും പുറത്ത് വനത്തിയിട്ട് ഞങ്ങൾ വനകാശികളും ഞങ്ങളാണ്. എന്നിട്ട് കാര്യമില്ല. എന്നിട്ട് നിങ്ങളുടെ ഓർഡറില്ലാതെ ഇപ്പോഴത്തെ കാര്യത്തിൽ പറ്റുമോ? താൽക്കാലിക കുടിലിൽ കഴിഞ്ഞ ആദിവാസി ബാലനെയാണ് കഴിഞ്ഞ ദിവസം പുലി ആക്രമിച്ചത്. എത്രയും പെട്ടെന്ന് നടപടിയുണ്ടായില്ലെങ്കിൽ സമരം ശക്തിപ്പെടുത്താനാണ് ഊര് നിവാസികളുടെ തീരുമാനം. അമൃത ന്യൂസ്, തൃശൂർ. എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ LDFന് ഭരണം നഷ്ടമായി. ചെയർപേഴ്സണെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായതോടെയാണ് LDFന് ഭരണം നഷ്ടമായത്. CPIM വിമത കലാരാജു പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. കലാരാജുവിന് പുറമെ സ്വതന്ത്രനായി മത്സരിച്ച PG സുനിൽകുമാറും പ്രമേയത്തെ അനുകൂലിച്ചു. നഗരസഭാധ്യക്ഷ വിജയ ശിവൻ, ഉപാധ്യക്ഷൻ സണ്ണി കുര്യാക്കോസ് എന്നിവർക്കെതിരെയായിരുന്നു UDFന്റെ അവിശ്വാസ പ്രമേയം. രാവിലെ 11-ന് ആരംഭിച്ച അവിശ്വാസ പ്രമേയ ചർച്ചയിൽ ആദ്യം അധ്യക്ഷ വിജയശിവനെതിരായ പ്രമേയമായിരുന്നു ചർച്ച ചെയ്തത്. 25-അംഗ നഗരസഭയിൽ 13 പേരാണ് പ്രമേയത്തെ അനുകൂലിച്ചത്. 12 പേർ പ്രമേയത്തെ എതിർത്തു. CPIM വിമത കമലാരാജുവും സ്വതന്ത്രനായ സുനിൽകുമാറും പ്രമേയത്തെ അനുകൂലിച്ചു. തനിക്ക് വിപ്പ് നൽകിയിട്ടില്ലായിരുന്നുവെന്നും നടപടികളുണ്ടായാൽ നിയമപരമായി നേരിടുമെന്നും കലാരാജു പ്രതികരിച്ചു. ചോദിച്ചു മേടിച്ച പരാജയമാണ്. ഇത് ശരിക്കും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് അവരാണ്. നമ്മൾ അതിനെന്താണോ നിയമ നടപടികൾ അത് നേരിടാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് വിപ്പ് തന്നിട്ടില്ല. അതേസമയം ജനങ്ങളോടുള്ള വഞ്ചനയാണ് അവിശ്വാസ പ്രമേയമെന്ന് LDF ആരോപിച്ചു. LDF അംഗങ്ങൾ നഗരസഭയ്ക്കുള്ളിൽ പ്രതിഷേധവും നടത്തി. ജനുവരിയിൽ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനിരിക്കെ CPM കൗൺസിലർ കലാരാജുവിനെ CPIM പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോവുകയും വസ്ത്രം പിടിച്ചുവലിക്കുകയും ചെയ്തത് വലിയ ചർച്ചയായിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ചങ്ങനാശ്ശേരി നഗരസഭയിലെ 2 കോൺഗ്രസ് കൗൺസിലർമാരെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കി. ബാബു തോമസ്, രാജു ചാക്കോ എന്നിവർക്കെതിരെയാണ് നടപടി. UDF പാർലമെന്ററി പാർട്ടി നേതാവ് ജോമി ജോസഫ് നൽകിയ കൂറുമാറ്റ കേസിലാണ് ഉത്തരവ്. ചെയർപേഴ്സണെതിരായി LDF കൊണ്ടുവന്ന അവിശ്വാസത്തെ ഇരുവരും പിന്തുണച്ചതിനെ തുടർന്ന് 2023-ൽ UDFന് ഭരണം നഷ്ടമായിരുന്നു.
ആലപ്പുഴയിൽ ചെന്നിത്തല കീച്ചേരിക്കടവ് പാലം തകർന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പൊതുമരാമത്ത് ബ്രിഡ്ജസ് വിഭാഗം എഞ്ചിനീയറെ ഉപരോധിച്ചു. ആലപ്പുഴ മിനി സിവിൽ സ്റ്റേഷനിലെ PWD ഓഫീസാണ് പ്രവർത്തകർ ഉപരോധിച്ചത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കസേരയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഴയും സ്ഥാപിച്ചു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പത്രിക തള്ളിയതിനെതിരെ സാന്ദ്ര തോമസ് കോടതിയിൽ ഹർജി നൽകി. ബൈലോ പ്രകാരം മത്സരിക്കാൻ യോഗ്യതയുണ്ടെന്ന് സാന്ദ്ര തോമസ് വ്യക്തമാക്കി. എറണാകുളം സബ് കോടതിയിലാണ് ഹർജി നൽകിയത്. 9 സിനിമകൾ നിർമ്മിച്ചയാളാണ് താനെന്നും ഫ്രൈഡേ ഫിലിംസുമായി സഹകരിച്ച് 7 സിനിമകളും സ്വന്തം ബാനറിൽ 2 സിനിമകളും നിർമ്മിച്ചിട്ടുണ്ടെന്നുമാണ് സാന്ദ്ര തോമസ് വ്യക്തമാക്കുന്നത്. അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്വതന്ത്രമായി 3 സിനിമകളെങ്കിലും നിർമ്മിച്ചിരിക്കണം. ബൈലോ പ്രകാരം തനിക്ക് യോഗ്യതയുണ്ടെന്നും സാന്ദ്ര തോമസ് പറയുന്നു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ്, ട്രഷറർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്നീ സ്ഥാനങ്ങളിലേക്കാണ് സാന്ദ്ര തോമസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത്. എന്നാൽ 3 അതിലധികമോ സിനിമകൾ സ്വതന്ത്രമായി നിർമ്മിച്ച ഏതൊരാൾക്കും പത്രിക സമർപ്പിക്കാമെന്നിരിക്കെ സാന്ദ്ര തോമസ് 2 സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റ് മാത്രമാണ് സമർപ്പിച്ചതെന്ന് കാണിച്ചാണ് പത്രിക തള്ളിയത്. 3ാമതായി ചേർത്ത സർട്ടിഫിക്കറ്റ് ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ ഉള്ളതാണെന്നും അത് യോഗ്യതയായി പരിഗണിക്കാനാവില്ലെന്നുമായിരുന്നു റിട്ടേണിംഗ് ഓഫീസറുടെ നിലപാട്. പത്രിക തള്ളിയതിനെതിരെ എതിർപ്പ് ഉന്നയിച്ചതോടെ സാന്ദ്രയ്ക്ക് കോടതിയെ സമീപിക്കാമെന്ന് വരണാധികാരി വ്യക്തമാക്കിയിരുന്നു. വരണാധികാരിയുടെ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് സാന്ദ്ര തോമസ് അറിയിച്ചിരുന്നു. തുടർന്നാണ് എറണാകുളം സബ് കോടതിയിൽ ഹർജി നൽകിയത്. ഈ മാസം 14-നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ്. അമൃത ന്യൂസ്, കൊച്ചി. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയുടെ തിരോധാന കേസിൽ അറസ്റ്റിലായ സെബാസ്റ്റ്യനുമായുള്ള തെളിവെടുപ്പിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായി സൂചന. അതിനിടെ സ്ത്രീകളുടെ തിരോധാന കേസുകൾ ഒന്നിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. സ്ത്രീകളുടെ തിരോധാന കേസിൽ സീരിയൽ കില്ലർ എന്ന് സംശയിക്കുന്ന ആലപ്പുഴ പള്ളിപ്പുറം സെബാസ്റ്റ്യന്റെ വീട്ടിൽ കണ്ടെത്തിയ തെളിവുകൾ കേസന്വേഷണത്തിൽ നിർണായകമാകുമെന്ന് അന്വേഷണ സംഘം സൂചന നൽകി. വീടിന് പരിസരത്ത് കുഴിച്ചപ്പോൾ ലഭിച്ച 8 എല്ലിന്റെ ഭാഗങ്ങൾ, കുളം വൃത്തിയാക്കിയപ്പോൾ ലഭിച്ച ബാഗ്, വസ്ത്രാവശിഷ്ടങ്ങൾ എന്നിവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. കുളിമുറിയുടെ ഭിത്തിയിൽ നിന്ന് രക്തക്കറ കണ്ടെത്തി. രക്തക്കറ മായ്ക്കാൻ ശ്രമിച്ച സ്ക്രബ്ബറും കിട്ടിയിട്ടുണ്ട്. 7 മണിക്കൂറോളം നീണ്ട പരിശോധനയും തിരച്ചിലുമാണ് പള്ളിപ്പുറത്ത് അന്വേഷണ സംഘം നടത്തിയത്. 2 ദിവസത്തിനുള്ളിൽ സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി പൂർത്തിയാകും. അതിനുള്ളിൽ പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ജൈനമ്മയുടെ തിരോധാന കേസിലാണ് സെബാസ്റ്റ്യൻ അറസ്റ്റിലായതെങ്കിലും ബിന്ദു പത്മനാഭൻ, ഐഷ എന്നിവരുടെ തിരോധാനത്തിൽ ഇയാൾക്ക് പങ്കുണ്ടെന്ന വിലയിരുത്തൽ അന്വേഷണ സംഘത്തിനുണ്ട്. അതിന് പിൻബലമേകുന്ന തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. അതിനിടെ സ്ത്രീകളുടെ തിരോധാന കേസുകൾ ഒന്നിച്ചന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ KR രൂപേഷ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നും ആദ്യഘട്ടത്തിൽ കേസന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും പരാതിയിൽ ആവശ്യമുയർന്നിട്ടുണ്ട്. അമൃത ന്യൂസ്, ആലപ്പുഴ. ചേർത്തലയിലെ തിരോധാന കേസുകളിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ. മറ്റു ജില്ലകളിലെ തിരോധാന കേസുകളും അന്വേഷണ പരിധിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മളിതിൽ ആവശ്യമുള്ള സയൻറ്റിഫിക് എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സമഗ്രമായിട്ട് നമ്മൾ നോക്കുന്നതാണ് അവിടത്തേക്ക് എല്ലാ അവിടുത്തെ മിസ്സിംഗ് കേസസ്. ഇത് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്തിട്ട് അന്വേഷണം ചെയ്യുന്നതാണ്. കാസർഗോഡ് പടന്നക്കാട്ട് പോലീസ് ജീപ്പിൽ ഇരുചക്ര വാഹനം ഇടിച്ച് ദമ്പതികൾക്ക് ഗുരുതര പരിക്ക്. നീലേശ്വരത്തെ റിട്ടയർഡ് ബാങ്ക് ജീവനക്കാരൻ ചന്ദ്രനും ഭാര്യയുമാണ് അപകടത്തിൽപ്പെട്ടത്. സർവീസ് റോഡിൽ നിന്നും ദേശീയപാതയിലേക്ക് കയറുന്നതിനിടെ സ്കൂട്ടർ പോലീസ് വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. സ്കൂട്ടർ യാത്രക്കാരെ രക്ഷിക്കുന്നതിനുള്ള ശ്രമത്തിനിടെ പോലീസ് ജീപ്പ് മറ്റൊരു വാഹനത്തിലും ഇടിച്ചു. സൂപ്പർ താരം ലയണൽ മെസ്സി കേരളത്തിലേക്ക് ഇല്ലെന്ന് കായിക മന്ത്രി തന്നെ ഉറപ്പിച്ചതോടെ വലിയ വിമർശനമാണ് സർക്കാരിനെതിരെ ഉയരുന്നത്. മെസ്സിയും കൂട്ടരും സംസ്ഥാനത്തെത്തുമെന്ന് കഴിഞ്ഞ 1 വർഷമായി ആവർത്തിച്ചു പറയുകയായിരുന്നു കായിക മന്ത്രി V അബ്ദുറഹ്മാൻ. അതേ മന്ത്രിയാണ് ഇപ്പോൾ അർജന്റീന ടീമിനെ കുറ്റപ്പെടുത്തുന്നത്. കോട്ടയം കുഞ്ഞച്ചൻ സിനിമയിൽ മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന നാട്ടുകാരുടെ സംശയം ജഗതി ശ്രീകുമാർ അവതരിപ്പിക്കുന്ന രംഗമുണ്ട്. കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ഉറ്റ സുഹൃത്തായ മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും. പക്ഷേ മോഹൻലാൽ വരില്ലേ? ഈ രീതിയിലാണ് കഴിഞ്ഞ 1 വർഷക്കാലം സംസ്ഥാന കായിക മന്ത്രി V അബ്ദുറഹ്മാൻ കായിക പ്രേമികൾക്ക് പ്രതീക്ഷ നൽകിയത്. ഒടുവിൽ ഇന്നലെ ആ പ്രതീക്ഷ മന്ത്രി തന്നെ ഇല്ലാതാക്കി. കുറ്റം മുഴുവൻ ഒടുവിൽ അർജന്റീന ടീമിനും. പക്ഷേ പണം സ്വീകരിച്ചതിന് ശേഷം അവർ പറഞ്ഞത് ഞങ്ങൾക്ക് 26 സ്വാഭാവികം നമുക്കത് കഴിയില്ല. 25 ഒക്ടോബർ
അതിൽ മാത്രമേ ഞങ്ങൾ സ്വീകാര്യപ്പെടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ പറയുന്ന കാര്യങ്ങൾ. കേരളത്തിന് ഈ കാര്യത്തിൽ എന്തെങ്കിലും രീതിയിൽ നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ നഷ്ടം വരാൻ സാധ്യതയില്ല. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അർജന്റീന ടീമിനാണ്. നിയമസഭയിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും ഉൾപ്പെടെ മന്ത്രിയുടെ നേതൃത്വത്തിൽ നേതാക്കൾ അഭിമാന നേട്ടമായി ഉയർത്തിക്കാട്ടിയതാണ് മെസ്സി കേരളത്തിലേക്ക് വരുമെന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉൾപ്പെടെയുള്ളവരായിരുന്നു ആദ്യം സ്പോൺസർമാർ. പിന്നീട് സ്വകാര്യ മാധ്യമ ശൃംഖല സ്പോൺസർഷിപ്പിലേക്ക് വന്നു. അവർ മെല്ലെപ്പോക്ക് തുടർന്നതോടെ സർക്കാരിന്റെ വക നോട്ടീസ് അയച്ച് പേടിപ്പിക്കൽ. ഇതോടെ കമ്പനിക്കാർ അർജന്റീന ടീമിന് സ്പോൺസർഷിപ്പ് തുക കൈമാറി. സൗഹൃദ മത്സരങ്ങൾ ഖത്തറിലും ചൈനയിലുമാണെന്ന അർജന്റീന ടീം പറഞ്ഞിട്ടും ബന്ധപ്പെട്ടവർ നീലക്കുപ്പായക്കാരെത്തുമെന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ 2025 മെസ്സി ഇല്ലെന്ന ഉറപ്പായി. 26 വേണ്ടെന്ന സർക്കാരിന്റെ നിലപാടും. ഇനി പണം തിരിച്ചു കിട്ടാനുള്ള വഴികൾ തേടി നമുക്ക് പുതിയ ചർച്ചകൾ തുടരാം. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇന്ത്യക്കെതിരെ വീണ്ടും നികുതി ഭീഷണി മുഴക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മറുപടിയുമായി വിദേശകാര്യ മന്ത്രാലയം. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യയുമായി വ്യാപാര ബന്ധം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരായ ഇരട്ടത്താപ്പ് അംഗീകരിക്കാനാവില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. അമേരിക്ക റഷ്യയിൽ നിന്ന് ആണവ വ്യവസായത്തിനായുള്ള യുറേനിയം ഹെക്സാഫ്ലൂറൈഡ്, മോട്ടോർ വ്യവസായത്തിനുള്ള പലേഡിയം, രാസവളങ്ങൾ, രാസവസ്തുക്കൾ ഇവ ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യയുടെ മറുപടി. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനെ ചൊല്ലി അമേരിക്കയും യൂറോപ്യൻ യൂണിയനും വിമർശനങ്ങൾ ഉയർത്തിയ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ വിശദീകരണം. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പിന്നാലെ പരമ്പരാഗത ഇറക്കുമതി മാർഗങ്ങൾ തടസ്സപ്പെട്ടതോടെയാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി തുടങ്ങിയത്. അക്കാലത്ത് അമേരിക്ക ഇതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നുവെന്നും ആഗോള എണ്ണവില പിടിച്ചു നിർത്തിയത് ഇന്ത്യയുടെ ഈ തീരുമാനമാണെന്നും വിദേശകാര്യ മന്ത്രാലയം പത്രക്കുറിപ്പിൽ വിശദീകരിക്കുന്നു. യുക്രൈനിൽ 100 കണക്കിന് പേർ കൊല്ലപ്പെടുമ്പോഴാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് എന്നാണ് ട്രംപിന്റെ ആരോപണം. അതേസമയം ഇന്ത്യയുമായുള്ള പ്രതിരോധ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ റഷ്യ തയ്യാറെടുക്കുകയാണ്. അമേരിക്ക മുന്നോട്ട് വെച്ച F-35 യുദ്ധവിമാന വാഗ്ദാനം നിരസിച്ചതിന് പിന്നാലെ 5ാം തലമുറ സുഖോയ് വിമാനങ്ങൾ ഇന്ത്യക്ക് നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ റഷ്യ ഉദാരമാക്കി. 4 വർഷത്തിനുള്ളിൽ 20 മുതൽ 30 വരെ സുഖോയ് വിമാനങ്ങൾ ഇന്ത്യക്ക് കൈമാറാമെന്നാണ് റഷ്യയുടെ വാഗ്ദാനം. മാത്രമല്ല, ഭാവിയിൽ ഇന്ത്യക്ക് തദ്ദേശീയമായി Su-57 യുദ്ധവിമാനം നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ പൂർണ്ണമായും കൈമാറാൻ തയ്യാറാണെന്നും റഷ്യ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV. സംസ്ഥാനത്തെ സ്കൂൾ വേനലവധി ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് ജൂൺ ജൂലൈയിലേക്ക് മാറ്റാനുള്ള ചർച്ചയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രി തുടക്കമിട്ടതു മുതൽ വിദ്യാർത്ഥികൾക്കിടയിലെ പ്രധാന ചർച്ചാ വിഷയം ഇതാണ്. അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും നിരവധി കാരണങ്ങളാണ് എണ്ണിപ്പറയുന്നത്. സ്കൂൾ അവധിക്കാല മാറ്റത്തിന് സാങ്കേതികമായ കടമ്പകൾ ഏറെയാണ്. എന്നാൽ അത്തരം കടമ്പകളെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ആദ്യം അറിയേണ്ടത് വിദ്യാർത്ഥികളുടെ അഭിപ്രായമാണ്. വേനൽക്കാല അവധിക്കാലം മഴക്കാല അവധിക്കാലമായി മാറ്റുന്നതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുണ്ട്. മാർച്ച് ഏപ്രിൽ തന്നെ മതിയെന്നാണ്. ജൂൺ ജൂലൈയിൽ നമുക്ക് കളിക്കാൻ നേരമല്ല, മഴ ഉണ്ട്. എപ്പോഴും കളിക്കാനൊക്കെ കഴിയും. ജൂണിലാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സുഖം, മഴയൊക്കെ ഉണ്ടായതുകൊണ്ട്. മഴക്കാലത്ത് നനഞ്ഞൊട്ടി സ്കൂളിൽ വരുന്നതിലും ഭേദം വീട്ടിലിരിക്കുന്നതാണെന്നാണ് അനുകൂലിക്കുന്നവരുടെ അഭിപ്രായം. മഴക്കാലത്ത് സ്കൂളിൽ വരാൻ ബുദ്ധിമുട്ടാണ്, യൂണിഫോമൊക്കെ നനയുന്നതുകൊണ്ട്. മഴനെ കൊണ്ട് വെള്ളം ഉണ്ടായതുകൊണ്ടൊക്കെ വണ്ടി പോകുമ്പോൾ ഡ്രസ്സിലൊക്കെ വെള്ളമാവുന്നുണ്ട്. അതേമാതിരി ഡ്രസ്സിൽ വെള്ളമായാൽ പിന്നെ ഉണങ്ങൊന്നുമില്ല, കട്ടിയുള്ളതാ യൂണിഫോമൊക്കെ ആയതുകൊണ്ട് ഉണങ്ങൊന്നുമില്ല. അപ്പോൾ മാറ്റുന്നതാണ് നല്ലത്. വേനൽക്കാലവും നോമ്പുകാലവും ഒന്നിച്ചു വരുമ്പോൾ ക്ഷീണത്തോടെ സ്കൂളിൽ വരുന്നതോർക്കുമ്പോൾ അവധിക്കാല മാറ്റം നല്ലതാണെന്നാണ് മറ്റൊരു കൂട്ടർ പറയുന്നത്. ചൂടൊക്കെ ആയതുകൊണ്ട് ഒരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ നോമ്പിൻ്റെ ടൈമിന് ക്ലാസ് ആകുമ്പോൾ ഒരു വരില്ല. അത് നോമ്പ് പിടിച്ച് സ്കൂളിലേക്ക് ഇറങ്ങാൻ കുറച്ച് പാടാണല്ലോ. അപ്പോൾ നോമ്പിൻ്റെ ടൈമിൽ ക്ലാസ് വേണ്ടതാണ്. ഈ ജൂൺ ജൂലൈ കുഴപ്പമില്ല. അവധിക്കാലം ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റിയാൽ മഴയത്ത് തങ്ങൾ എങ്ങനെ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുമെന്നാണ് ചിലരുടെ ചോദ്യം. ഈ മഴക്കാലമായതുകൊണ്ട് ഗ്രൗണ്ടൊക്കെ വെള്ളമായിട്ട് കളിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ഏപ്രിൽ മെയ്യോ നല്ലേ. ഇതുവരെ കടന്നു വന്ന രീതിയിൽ പെട്ടെന്നൊരു മാറ്റം വരുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള പ്രയാസവും ഇവർക്കുണ്ട്. നമ്മളിപ്പോൾ ഇത്രയും കാലം ഏപ്രിലും മെയിലാണല്ലോ സെലിബ്രേറ്റ് ചെയ്ത് വെക്കേഷൻ ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഇനി ജൂണിലേക്കും ജൂലൈയിലോട്ടും മാറ്റാന്ന് പറയുമ്പോൾ എന്തോ പോലെയാണ് മൊത്തത്തിൽ. പിന്നെ മഴക്കാലത്ത് സ്കൂളിൽ വരാനൊക്കെ നല്ല രസമല്ലേ. അപ്പോൾ ആ ടൈമിൽ വെക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തോ പോലെ. അമൃത ന്യൂസ്, കോഴിക്കോട്.